എല്ലാവർക്കും നമസ്കാരം. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരിൽ ഇന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രം. ഞങ്ങളെ സംബന്ധിച്ച് ഈ ജ്യോതിഷ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ചും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചിട്ട് തുടക്കത്തിൽ ഇവിടെ ഒന്ന് എടുത്തു സൂചിപ്പിക്കാനുള്ളത്, ഏകദേശം ഒരു 80 വർഷത്തിലധികമായിട്ട് ഈ ജ്യോതിഷ ശാസ്ത്രത്തെയും അതിൻ്റെ സൂക്ഷ്മ പ്രവചനങ്ങളെയും കൈകാര്യം ചെയ്തു പോരുന്നവരാണ് ഞങ്ങൾ. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഈ ജ്യോതിഷത്തെ പരിഷ്കരിച്ചാണ് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ പോലും അതിൻ്റെ പൗരാണിക തനിമ ഒട്ടും ചോർന്ന് പോകാതിരിക്കാൻ ഇതിനോടൊപ്പം ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഈ ലൈഫ് ടൈം ജാതക വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന 4ാമത്തെ നക്ഷത്രമാണ് ഈ പറഞ്ഞ രോഹിണി നക്ഷത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രായം ഇപ്പോൾ എത്രയാണോ അതുമുതൽ അങ്ങോട്ടുള്ള ഫലങ്ങൾ അറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗം മുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. പക്ഷേ ഒരു കാര്യം നിങ്ങളിവിടെ വിട്ടുപോകരുത്. നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ, അതായത് കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങൾ ചെയ്ത ഗുണദോഷങ്ങളുടെ ആ ഒരു പ്രതിഫലനമാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആ സംഭവവികാസങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതുകൂടി പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. മാത്രവുമല്ല, വളരെ നാളുകളായിട്ട് നമ്മുടെ പ്രേക്ഷകർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഓരോ നക്ഷത്രത്തിൻ്റെയും ആ ഒരു സമ്പൂർണ്ണ ഫലം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ നമുക്ക് മെസ്സേജ് തന്നിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സമ്പൂർണ്ണ ഫലപ്രവചനം ഈ പറഞ്ഞ ഒരു സീരിയസ് ആയിട്ട് എടുക്കാമെന്ന് വെച്ചത്. ഇവിടെ സമ്പൂർണ്ണ ഫലം എന്ന് പറയുമ്പോൾ വലിച്ചു വാരി അങ്ങനെ വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നില്ല. കാരണം അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് പോരാ, ഒരു ദിവസം സമയമെടുക്കേണ്ടി വരും. പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതുപ്രകാരം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണോ അതുമുതൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി ഇവിടെ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും അവരുടെ ആ ഒരു പ്രായം വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്കറിയേണ്ട ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വയസ്സോ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഫലപ്രവചനങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും. ഞാനിവിടെ പറയുന്നത് ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞുപോയ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് അതേറെക്കുറെ കൃത്യമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ഫലങ്ങളും കൃത്യമായിരിക്കും. അതായത് പാസ്റ്റ് കൃത്യമാണെങ്കിൽ ഫ്യൂച്ചറും കൃത്യമായിരിക്കും. നിങ്ങളുടെ ഓരോ വയസ്സ് തിരിച്ചുള്ള ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ജന്മനാ കൈവന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സർവശക്തനായ ഈശ്വരൻ ജന്മനാ നൽകിയിരിക്കുന്ന ചില പ്രത്യേകതകൾ അതേതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 4ാമത്തെ നക്ഷത്രമായ ഈ സൗന്ദര്യത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതീകമായ ചന്ദ്രൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ ചന്ദ്രൻ നക്ഷത്രനാഥനായിട്ടുള്ള ഒരു അത്യപൂർവ നക്ഷത്രമാണ് ഈ പറഞ്ഞ രോഹിണി നക്ഷത്രം. മാത്രവുമല്ല, പുരാണങ്ങളനുസരിച്ച് പ്രജാപതിയായ ബ്രഹ്മാവാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും കൺകുളിർക്കെ മറ്റുള്ളവരെ ആകർഷിക്കാനും ഏത് പ്രതികൂല സാഹചര്യത്തിലും തളരാതെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായിട്ട് തന്നെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകം ഓർക്കുക, ഇത് ഓരോരുത്തരിലും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ്. അല്ലാതെ എല്ലാവരും എല്ലാം തികഞ്ഞവരാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും ഇടവക്കൂറിലാണ്. രാശിയധിപൻ ശുക്രനും നക്ഷത്രാധിപൻ ചന്ദ്രനുമായതുകൊണ്ട് ഈ കലകളോടുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യം, ആഡംബര പ്രിയത്വം, ഹൃദയ നൈർമല്യം, ഈ പറഞ്ഞതെല്ലാം ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രക്കാരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ. ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹിമ പറഞ്ഞാൽ, മാതുലനായ കംസനെ, അതായത് അമ്മാവനെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ആ ഒരു പുണ്യ നക്ഷത്രം കൂടിയാണ് ഈ പറഞ്ഞ രോഹിണി നക്ഷത്രം.
അതുകൊണ്ട് തന്നെ നീതിബോധമുള്ളവർ, സ്വന്തം കുടുംബത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർ, എന്നാൽ തങ്ങളെ ദ്രോഹിച്ചവരോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത മനോഭാവം കാണിക്കുന്നവർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ രോഹിണി നക്ഷത്രക്കാരെ തീർച്ചയായും വിശേഷിപ്പിക്കാം. ഈ കഠിനാധ്വാനം കൊണ്ടും തങ്ങളുടെ ആ ഒരു പ്രത്യേക വാക്ചാതുര്യം കൊണ്ടും ജീവിതത്തിലെ ഒന്നുമില്ലായ്മയിൽ നിന്നും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില സ്വഭാവ സവിശേഷതകളാണ്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രകടമാകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കാം. ചന്ദ്രൻ്റെ മഹാദശയിലാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം അമ്മയുടെ അതീവ സ്നേഹത്താലോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വലിയ പരിചരണത്താലോ നല്ല സുഖകരമായി തന്നെ മുന്നോട്ട് പോകും. എങ്കിലും ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ചും ഈ കഫസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ ജലദോഷം, ഇസ്നോഫീലിയ പോലെ, അതായത് വിട്ടുമാറാതെ ഉള്ള ജലദോഷങ്ങൾ, അലർജി എന്നിവ ഈ പ്രായത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് സർവ്വസാധാരണമാണ്. ഇത് കുട്ടിക്കാലത്ത് ഒട്ടുമിക്ക എല്ലാ നക്ഷത്രക്കാർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അല്പം കൂടുതലായിരിക്കും. ഇനി രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ, ചെറുപ്പത്തിൽ ഇവർ എല്ലാവർക്കും വളരെ പ്രിയങ്കരായിരിക്കും. മുഖത്തൊരു പ്രത്യേക ആകർഷണീയത ഇവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. പഠനകാര്യങ്ങളിൽ വളരെ മിടുക്കന്മാരായിരിക്കും. പ്രത്യേകിച്ച് എഴുത്ത്, വായന, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ ഇവർ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രത്യേക കഴിവ് ഉറപ്പായിട്ടും പ്രകടിപ്പിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ബാല്യം, അതിലൂടെയുള്ള ഇവരുടെ കൗമാരം എന്നത് ഇവർക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടായിരിക്കും ഇവർ ഈ പറഞ്ഞ 15 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം പൂർത്തിയാക്കുന്നത്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഒന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ചൊവ്വാദശയും അതിനെ തുടർന്ന് വരുന്ന രാഹുർദശയും നിങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തൻ്റെടവും കരിയറിലെ വലിയ വഴിത്തിരിവുകൾക്കും സാക്ഷ്യം വഹിക്കും. പ്രത്യേകിച്ചും ഈ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വിദേശ പഠനത്തിനോ അല്ലെങ്കിൽ ഉയർന്ന ജോലി പദവികൾ നേടിയെടുക്കാനോ സഹായിക്കുന്ന ആ ഒരു സമയമാണ്. ബാങ്കിങ്, ഫിനാൻസ്, സിനിമ, അഭിനയം, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, അതുപോലെ ബിസിനസ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് എന്നിവയൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും അധികം സാധ്യത കാണുന്നത്. എന്നാൽ 22 വയസ്സിന് ശേഷം സ്വന്തം കഴിവുകൊണ്ട് ചെറിയ തൊഴിലാണെങ്കിൽ പോലും അതിൽ നിന്നും വലിയ വരുമാനം കണ്ടെത്താൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. പ്രത്യേകിച്ചും മറ്റുള്ളവരെ പോലെ തന്നെ ഈ രോഹിണി നക്ഷത്രക്കാർക്കും ഈ പ്രായത്തിൽ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ 100% സാധ്യതയുണ്ട്. മറ്റുള്ളവരെക്കാളും അല്പം കൂടുതലായിരിക്കും ഇവരുടെ ജീവിത രീതി കൊണ്ട് പറയാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ സൗന്ദര്യവും സംസാരശൈലിയും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും. എന്നാൽ അമിതമായ ഈ പറഞ്ഞ ഈ സെൻസിറ്റിവിറ്റിയും ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് വിഷമിപ്പിക്കുന്ന ആ ഒരു സ്വഭാവവും ഇവർക്ക് ഈ പ്രണയബന്ധത്തിൽ ഉറപ്പായിട്ടും അല്പം ചില തകർച്ചകൾ ഉണ്ടാക്കി വയ്ക്കാനുള്ള സാധ്യത ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കൂടുതലുമായിരിക്കും. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറയേണ്ട സമയത്ത് പറയാതെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് വന്നതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു ഭദ്രത കൈവരുന്നത്. 26 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം തെളിയും. മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ തന്നെ ഇവർക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 വയസ്സുകളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ 50 വയസ്സിൽ എത്തിച്ചേരുന്ന ഈ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതം അത് എങ്ങനെയൊക്കെ ആകും എന്ന് നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 34 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ വലിയൊരു ധനയോഗം അല്ലെങ്കിൽ
വിചാരിക്കാത്ത വഴിയിലൂടെ വലിയൊരു ബിസിനസ് വളർച്ച ഉറപ്പായിട്ടും വന്നു കിട്ടിയിരിക്കും. സ്വന്തമായി നല്ലൊരു വീടോ വാഹനമോ അല്ലെങ്കിൽ വലിയ സമ്പാദ്യമോ ഉണ്ടാക്കാൻ ഈ പ്രായത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതിനാൽ 42 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വരുന്ന ചില ഗ്രഹദോഷങ്ങൾ കാരണം അസൂയാലുക്കളായ ശത്രുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ വിശ്വസ്തരിൽ നിന്നുള്ള വഞ്ചനയ്ക്കോ നിങ്ങൾ പാത്രീഭവിക്കുന്നതായിരിക്കും. ഈ സമയം കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുകയോ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അനാവശ്യമായി പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള സംശയരോഗങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളോ ഈ സമയങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ 45 വയസ്സിന് ശേഷം നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു പ്രതാപം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ കണ്ട് നിങ്ങളേറെ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ 45 വയസ്സിന് ശേഷം മുതൽ 49കളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം. ഇപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം ഈ സമയം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ കടക്കുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ രോഹിണി നക്ഷത്രക്കാരും ഈ പറഞ്ഞ പോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ആ ഒരു ഫലങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ വേണം ഈ കംപ്ലീറ്റ് ഫലപ്രവചനങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് രോഹിണി നക്ഷത്രക്കാർക്ക് വലിയൊരു സുഖസൗകര്യങ്ങളുടെയും സമാധാനത്തിൻ്റെയും ആ ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയുടെയോ അല്ലെങ്കിൽ ശനിദശയുടെയോ അനുകൂല സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ വലിയൊരു ആദരവും അംഗീകാരങ്ങളും ഉറപ്പായിട്ടും നിങ്ങളെ തേടിയെത്തും. മാത്രവുമല്ല, ഒട്ടുമിക്ക എല്ലാ രോഹിണി നക്ഷത്രക്കാരുടെ മക്കളും ഉയർന്ന നിലയിൽ എത്തുന്നതും അവർക്ക് വേണ്ടി കടമകളെല്ലാം വീട്ടി സാമ്പത്തികമായി നല്ല ഭദ്രമായ ഒരു രാജകീയ നിലയിലായിരിക്കും ഇവർ എത്തിച്ചേരുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ തന്നെയാണ്. പറയാൻ കാരണം 58 വയസ്സിന് ശേഷം പ്രമേഹം, മൂത്രാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അമിതവണ്ണം. ഈ അമിതവണ്ണം എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ട് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ രീതി കൊണ്ടും, അതായത് ഡെയിലിയുള്ള നിങ്ങളുടെ ജീവിത രീതി കൊണ്ടും വന്നുപെടാവുന്നതാണ്. അപ്പോൾ ഇത്യാദി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം പല ക്രമീകരണങ്ങളും ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തുന്നതായിരിക്കും. എന്നാൽ ഈ സമയത്ത് തന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി നടക്കുകയും കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ ഐശ്വര്യം തിരികെ വരികയും ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ കാലഘട്ടം. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും ശിഷ്ടവും, അതായത് അതിനുശേഷവും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പൂർണ്ണമായും ഭഗവത് ചിന്തയിലേക്കും ധ്യാനത്തിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ കൃഷ്ണഭജനം നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈ പ്രായത്തിൽ നിങ്ങൾ രോഹിണി നക്ഷത്രക്കാർ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. മാത്രവുമല്ല, നിങ്ങൾ നേടിയെടുത്ത സമ്പാദ്യങ്ങളെയും പ്രശസ്തിയെയും കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്വയം നിങ്ങളെപ്പറ്റി വലിയ അഭിമാനിതരാകുന്ന ആ ഒരു സന്ദർഭം കൂടിയായിരിക്കും ഈ പറഞ്ഞ കാലഘട്ടം. അപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കാതെ സ്വന്തം തൻ്റെ ഇടത്തോടു കൂടിയും അന്തസ്സോടും കൂടിയും ഒരു വാർദ്ധക്യകാലം നയിക്കാൻ പ്രാപ്തിയുള്ളവരായിത്തീരും. കുടുംബാംഗങ്ങളുടെയും കൊച്ചുമക്കളുടെയും കൺകുളിർക്കുന്ന സ്നേഹവും പരിചരണവും ഉറപ്പായിട്ടും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാകും. 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ജീവിതം നിങ്ങളുടെ പരിശോധിച്ചാൽ രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ചെറിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ മോഹിക്കുന്ന രീതിയിൽ സർവ്വവിധ ഐശ്വര്യങ്ങളോടും കൂടി രാജകീയമായി തന്നെ
ജീവിക്കുന്നവരാണ്. കാരണം അതിനുള്ള അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫല പ്രവചനങ്ങളിലൂടെ പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ദോഷ പ്രതിവിധികളെ കുറിച്ചിട്ട് ഒന്ന് ക്രോഡീകരിച്ച് പറയാം. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഓൾറെഡി വന്നേക്കാം, എങ്കിൽ പോലും കൂടുതലും കൃത്യമായിരിക്കും. അപ്പോൾ പൊതുവായ ആ ഒരു ഫലം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ഈ ചന്ദ്രദോഷങ്ങൾ അകന്ന് മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യം വരാനും തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഈ വെണ്ണ, പാൽപ്പായസം അതുപോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നത് അതീവ ഉത്തമമായിരിക്കും. അതിന് അവസാനമായിട്ടൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണോ അത് ഞാനിവിടെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായാൽ അത് എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളും അതുമായിട്ട് ഞങ്ങൾക്കും ഒന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് ടൈം പ്രഡിക്ഷനായിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.